ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും കൂടി ഒന്ന് കറങ്ങാൻ പോവുകയാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ചാവക്കാട് ബീച്ചിലോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. 2, 3, 4 ബസ്സും ഓട്ടോയും ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടൊന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, ഉഷാറായിരുന്നു. വെയിലിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. ഗൈസ് അപ്പോൾ ഇവിടെ കുറേ തോണികൾ നിരത്തിയിട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ പാലക്കാട് കൂടുതൽ തോണിയൊന്നും ഇല്ലാത്ത സ്ഥലമല്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമാണ്. നോക്ക്, ഇവിടെ കുറെ മീൻ പിടിക്കുന്നത് കാണിച്ചു കൊടുക്കും. മീൻ പിടിക്കുന്ന കല്ലും ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താന്നൊക്കെ നോക്കിയിട്ട് വരാം. മീൻ പിടിക്കാൻ പോകുന്ന വലയാണ് തോന്നുന്നുണ്ട് കേട്ടോ. വലയാണ്, നമ്മുടെ പങ്കായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഗൈസ്, നമ്മുടെ പങ്കായ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഒരുപാട് തോണികളുണ്ട് കണ്ടോ, കുറേ ടൈപ്സ് ഓഫ് തോണികൾ. അപ്പോൾ നമുക്ക് കയറാനൊന്നും പറ്റുമൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം എന്ന് മാത്രം കേട്ടോ. ആദ്യം തന്നെ ബീച്ചിലോട്ട് കയറിയപ്പോൾ കുറേ കടകളാണ് കേട്ടോ കണ്ടത്, ഉപ്പിലിട്ടതായിട്ടും കുറേ സ്നാക്സ് ആയിട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര വെയിലുമാണ് ഗൈസ്, നമുക്ക് കുറച്ച് നേരം പോലും അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ബീച്ച്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ അധികം ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഇത് ബീച്ചിൻ്റെ സൈഡുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ മുഴുവൻ ഇതൊരു മരങ്ങളാണ്, ഇങ്ങനെ നീളത്തിൽ ഒരുപാട് മരങ്ങളുണ്ട്. കുറേ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാട് പോലെ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് ചാവക്കാടാണ്, ഇവിടെ കുറേ കാടുണ്ട് എന്ന്. അപ്പോഴാണ് എനിക്ക് ഐഡിയ പോയത്. അതുകൊണ്ടായിരിക്കും ഗൈസ്. കണ്ടു, ഈ സൈഡ് ബീച്ചാണ്. ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ കുറേ മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബട്ടും നല്ല കാറ്റും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട്. നമ്മളിവിടുന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഏരിയയിൽ ചെറിയൊരു കടയുണ്ട്, നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ കാടുണ്ട് ഇത്രേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടൂടെ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാടൊക്കെ ഇങ്ങനെ നടന്നു വന്നാൽ പിന്നെ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ടോട്ട് എത്തുക. ഇവിടെ ഒരു ചെറിയ പുഴ പോലെ, പുഴയാണോ കടലാണോ എന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് മുന്നിൽ നമ്മൾ നടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ മണലിൽ കൂടെ ഒരു ചെറിയ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നൊരു സംഭവം. അപ്പോൾ അത് ഇവിടെ ഉണ്ട്, അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു സംഭവം കേട്ടോ. നമ്മുടെ അതാണ് ബീച്ച്, അവിടെയാണ് ബീച്ച് ഉള്ളത്. നമ്മുടെ ബാക്കിലാ പറഞ്ഞ ഫോറസ്റ്റും നടുക്കിലായിട്ട് കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവാം. അവിടെയും കുറേ കാട് കണക്കിന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഈവനിങ് ആയി ഇവിടെ കുറേ കുട്ടികൾ പന്ത് കളിക്കാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ ഗോൾ പോസ്റ്റുകൾ ഇങ്ങനെ നിരത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം സെറ്റായിരിക്കില്ലേ? വെയിലാറിയതിന് ശേഷം നമ്മളിവിടെ കളിച്ച് അതിന് ശേഷം കുറച്ച് കടലിലൊക്കെ ഇറങ്ങി വീട്ടിലോട്ടൊക്കെ പോകാൻ ഈവനിങ് ടൈമൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ഗോൾ പോസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരുപാട് ശംഖുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ശംഖ് കാണാനായിട്ട് ബീച്ചൊന്നും ഇല്ലല്ലോ. എപ്പോഴെങ്കിലും ഈ ബീച്ചിലോട്ട് വരുമ്പോൾ കാണുന്നത് മാത്രമാണ്. കുറേ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് സെറ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാനപ്പോൾ കുറച്ച് പെറുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, നമുക്ക് തല നല്ല വേദന ഉണ്ട് കേട്ടോ. ശരിക്കും വെയിലൊക്കെ ആറി വരായിരിക്കും എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇത് കടൽപ്പാലാണ് കേട്ടോ. നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഓൾറെഡി കരയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് നേരെ ബാക്കിൽ കടലിൽ അവിടെ ആയിട്ടും ഈ ഒരു സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു ബോട്ടിൽ കയറിയതിന് ശേഷം കുറച്ച് കടലിൻ്റെ നടുക്കിലായിട്ടാണ് ആ കടൽപ്പാലുള്ളത്. അതിലേക്ക് നമ്മളെ കൊണ്ടുവിടുമായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വലിപ്പം കൂട്ടാൻ വേണ്ടി വെച്ചിരിക്കുക. ഇവിടെ കരയിൽ കുറച്ച് പാലങ്ങളുണ്ട്. പിന്നെ അവിടെ അതിൻ്റെ അകത്ത് എന്തോ ഓഫീസ് എന്തൊക്കെയാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് കുറേ ചേട്ടന്മാരിയ്ക്കുന്നുണ്ട്. ഇവർ നമ്മൾ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇനി വരുമ്പോൾ നമ്മൾ എന്തായാലും പോവും. അപ്പോൾ അവർ പാവം ഇവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് വെയിലത്ത് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഓരോ മാർഗങ്ങളല്ലേ. അപ്പോൾ അവരൊക്കെ സെറ്റാണ്. ഞങ്ങൾ സംസാരിക്കുക ജാടൊന്നും ഇല്ലാത്ത ചേട്ടന്മാരാണ് കേട്ടോ. അഖിലേട്ടനൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരിഫ് മോന്
പുറത്ത് നല്ല ക്രൗഡായിരിക്കും, കാറ്റൊക്കെ വീശുന്നുണ്ട് ഗൈസ്. നമ്മളപ്പോ ബീച്ചിന്റെ സൈഡിൽ ഒരു പീക്കി പാനിപൂരീസ് എന്ന് പറഞ്ഞ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്ന് ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ പേര്? കാളൻ നട്ടൻ. അത് ആദ്യമായിട്ട് കഴിക്കാണ്. അപ്പൊ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് കഴിച്ച് നോക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടോന്ന്. ഞാൻ അത് ആദ്യമായിട്ടാണ് ഗൈസ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഇത് കഴിക്കണോണ്ട് എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളിഫ്ലവർ ആണ് മെയിനായിട്ട്, അതിൽ കുറേ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ബീച്ചിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ കാണുന്ന പോലെ കുറേ വീടുകളൊക്കെ അവിടെ കാണാനുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ട് പല സൈഡിൽ കേട്ടോ. ബീച്ചിൽ കരയിൽ തന്നെ കുറേ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാനുണ്ട്. പിന്നെ കുറേ ടൈപ്പ് കടകളുണ്ട്. അത് പറഞ്ഞാൽ കുറേ ടൈപ്പ് സാധനങ്ങൾ കിട്ടുന്ന സർബത്തുകളും ഫുഡുകളും സ്നാക്സുകളൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ തോണികളും. നമ്മൾ ബീച്ചിൽ നിന്ന് അങ്ങനെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബീച്ചിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.